തീത്തോസ് അധ്യായം 2. നീയാകട്ടെ സത്യോപദേശത്തിന് ചേർന്ന കാര്യങ്ങൾ പഠിപ്പിക്കുക. പ്രായം ചെന്ന പുരുഷന്മാർ പക്വമതികളും ആദരണീയരും ആത്മനിയന്ത്രണമുള്ളവരും വിശ്വാസം, സ്നേഹം, സഹിഷ്ണുത എന്നിവയിൽ ഉറപ്പുള്ളവരുമായിരിക്കുവാൻ ഉപദേശിക്കുക. അതുപോലെ പ്രായം ചെന്ന സ്ത്രീകൾ പെരുമാറ്റത്തിൽ മാന്യതയുള്ളവരും ഏഷണി പറയാത്തവരും മദ്യത്തിന് അടിമപ്പെടാത്തവരും നന്മ ഉപദേശിക്കുന്നവരുമായിരിക്കുവാൻ അവരെ പഠിപ്പിക്കുക. അപ്പോൾ ഭർത്താക്കന്മാരെയും മക്കളെയും സ്നേഹിക്കുന്നവരും വിവേകികളും പതിവ്രതകളും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാരെ അനുസരിക്കുന്നവരും ആയിരിക്കണമെന്ന് യുവതികളെ പ്രബോധിപ്പിക്കുവാൻ അവർക്ക് കഴിയും. അങ്ങനെയായാൽ ദൈവവചനം ദുഷിക്കപ്പെടുവാൻ ഇടയാവുകയില്ല. അതുപോലെ യുവാക്കന്മാർ ആത്മനിയന്ത്രണം പാലിക്കുവാൻ പ്രബോധിപ്പിക്കുക. എതിരാളി നിന്നെക്കുറിച്ച് ഒരു ദോഷവും പറയുവാൻ വക കാണാതെ ലജ്ജിക്കേണ്ടതിന് എല്ലാ കാര്യത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ഭാഷണത്തിൽ ഔചിത്യവും ഉള്ളവനായിരിക്കുക. ദാസന്മാരോട് എല്ലാ കാര്യങ്ങളിലും യജമാനന്മാർക്ക് കീഴടങ്ങിയിരിക്കാനും അവരെ പ്രസാദിപ്പിക്കാനും അവരോട് മറുത്ത് സംസാരിക്കാതിരിക്കാനും ഒന്നും വഞ്ചിച്ചെടുക്കാതിരിക്കാനും ഉപദേശിക്കണം. അങ്ങനെ അവർ എല്ലാറ്റിലും വിശ്വസ്തരായി നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ ഉപദേശത്തെ ഒരു ഭൂഷണമാക്കി തീർക്കും. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നുവല്ലോ. മഹാദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെന്ന ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി കാത്തിരുന്നുകൊണ്ട് നാം അഭക്തിയും ലോകമോഹങ്ങളും വർജിച്ച് ഈ കാലഘട്ടത്തിൽ ആത്മനിയന്ത്രണവും നീതിയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കുവാൻ അത് നമ്മെ അഭ്യസിപ്പിക്കുന്നു. സകല അധർമ്മത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള സ്വന്തം ജനമായി ശുദ്ധീകരിക്കേണ്ടതിന് യേശുക്രിസ്തു നമുക്ക് വേണ്ടി തന്നെത്താൻ അർപ്പിച്ചു. ഈ കാര്യങ്ങൾ പ്രസംഗിക്കുകയും സകല അധികാരത്തോടും കൂടെ പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ നിന്ദിക്കാതിരിക്കട്ടെ.